വെറും 10 മിനിറ്റിൽ ചെയ്തിട്ടുണ്ടായിരുന്ന കേക്കിൻ്റെ ഡിസൈനാണ്. ഭയങ്കര സങ്കടം വന്നിട്ടുണ്ടായിരുന്ന ഒരു അവസ്ഥയായിരുന്നു ഈ ഒരു കേക്ക് കൊടുക്കുന്ന സമയത്ത്. കാരണം എൻ്റെ കോളേജ് മേറ്റിന് കസിൻ്റെ ഗ്രൂം ടു ബി ആ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പം എല്ലാം കേക്കൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ ഫോണ്ടൻ ഡിസൈൻസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് പെർഫെക്റ്റ് ആയിട്ടെല്ലാം മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തതിന് ശേഷം നമ്മൾക്ക് എന്താണ് സംഭവിച്ചതെന്നുള്ളത് കാണിച്ചു തരാം. കാരണം ഇപ്പോൾ ഞാൻ ചെയ്യുന്ന സമയത്ത് എല്ലാം നല്ല കറക്റ്റ് നീറ്റായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. മാക്സിമം നീറ്റാകാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം മഴക്കാലമാണ്, ഫോണ്ടൻറ്റ് മാക്സിമം ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് പല ടിപ്സുകളും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. എന്നാൽ ഈ ഒരു ഡിസൈനൊക്കെ ചെയ്ത് നമ്മൾ ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ട് വെക്കുന്ന സമയത്തും എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. എന്നാൽ ഞാൻ കേക്കിലേക്ക് വെക്കുന്ന സമയമാകുമ്പോഴേക്ക് ഇത് ഡ്രൈ ആയിട്ടില്ല എന്ന് മാത്രമല്ല, നമ്മുടെ ഡിസൈൻസ് മൊത്തത്തിൽ പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഫുള്ളായിട്ട് ഏതൊക്കെ ഫോണ്ടൻ്റെ ഡിസൈൻസ് ആണോ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് ആ ഡിസൈൻസ് മൊത്തത്തിൽ പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ അത്രയും പെട്ടെന്ന് ഒന്ന് ശ്വാസം നേരെ വിടാനുള്ള ചാൻസ് പോലും ഉണ്ടായിരുന്നില്ല എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു ഡിസൈനാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഡിസൈൻ നമ്മൾ ചെയ്യുന്ന സമയത്ത് വൈറ്റ് ബ്ലാക്കിനേക്കാളും ഒരു പൊട്ടിക്ക് കുറവ് വേണം കേട്ടോ. അപ്പോൾ ആ ഒരു കട്ടിങ്സാണ് നല്ല നീറ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ആ ഒരു ലൈൻസ് നടുക്ക് നമ്മളൊന്ന് ചുരുക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്നിട്ട് അതിന് മുകളിൽ ഒരു ബ്ലാക്കും കൂടെ കൊടുക്കുക. പിന്നെ ഈ ഒരു മീശയും കൂടെ. അപ്പോൾ ഇതും കട്ട് ചെയ്യുന്നതിൻ്റെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഈ ഒരു മീശ കട്ട് ചെയ്യുന്നത് രണ്ടാമത് നമ്മൾ റീക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു മീശയിലാട്ടോ ഇതിപ്പോൾ കട്ട് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു നമ്മൾ കേക്ക് സ്റ്റാക്കിങ് ചെയ്യുന്നതിൻ്റെ മുമ്പ് ഒരു 10-15 മിനിറ്റ് മാത്രമേ എനിക്ക് ടൈം കിട്ടിയിട്ടുള്ളൂ. ആ ഒരു ടൈമിലാണ് ആ ഒരു ബോയും പിന്നെ ഈ ഒരു മീശയും പിന്നെ ബാക്കിയുള്ള ഐറ്റംസും ഒക്കെ മാക്സിമം സ്പീഡപ്പ് ആക്കിയിട്ടാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ ഇവിടെ ക്യാമറ ഓണാക്കി വെച്ചു. ഒരുപാട് വീഡിയോസ് ചില സമയത്തുള്ള ആ ടെൻഷനിൽ ഓഫ് ചെയ്യാൻ പോലും വിട്ടിട്ട് സ്റ്റോറേജ് പ്രോബ്ലംസ് വരെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തായാലും ഇരിക്കട്ടെ വീഡിയോ എന്ന് വിചാരിച്ച് ഞാൻ അവിടെ ക്യാമറ ഓണാക്കി വെച്ചതാണ് കേട്ടോ. 10-15 മിനിറ്റ് കൊണ്ട് ഫോണ്ടൻ ഡെക്കറേഷൻസ് ഇങ്ങനെ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു ടെൻഷനിൽ എന്താ ചെയ്യാന്നുള്ള ആ ഒരു എന്താ പറയണ്ടേ അത്രയ്ക്ക് ടെൻഷനായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതൊക്കെ ഞാൻ ഈ ഒരു ഫോണ്ടൻ ഡിസൈൻസൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു ചെയ്തതിൻ്റെ വീഡിയോ ആണ് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അതായത് വീണ്ടും രണ്ടാമത് ക്രിയേറ്റ് ചെയ്തതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ചില വീഡിയോസ് ഞാൻ എടുക്കാണ്ട് വിട്ടുപോയി. ചില വീഡിയോസ് പഴയത് നമ്മൾ ആദ്യം തന്നെ ഉണ്ടാക്കിയതിൻ്റെ വീഡിയോ എടുത്ത സമയത്തുള്ളതും കൂടെ ജോയിൻ ചെയ്തു. അപ്പം ഈ ഉണ്ടാക്കിയതൊക്കെ നമുക്ക് ഡാമേജ് ആയിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ഡാമേജ് ആയതെന്നുള്ളതൊക്കെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. ഇനി നമ്മൾ ഈ മഴക്കാലമാണെങ്കിലും അല്ലാത്ത സമയത്താണെങ്കിലും ഇനി എവിടെ വെച്ചാലും നമ്മൾ സേഫ് ആൻഡ് കെയർ ആക്കണം എന്നുള്ളതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചേക്ക് കേട്ടോ. അപ്പോൾ ആ ഒരു കോട്ടിൻ്റെ ആ ഒരു ഫീൽ വരുത്താൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം അത് വെച്ച് തന്നെ രണ്ടാമത്തതും കൂടെ കട്ട് ചെയ്ത് സെറ്റ് ചെയ്യുന്നുണ്ട്. ഒരു വി ഷേപ്പിൽ ആ ഒരു രീതിയിൽ കട്ടിങ്സ് കൊടുക്കുന്ന സമയത്ത് കറക്റ്റ് ആയിക്കോളും. ഇതുപോലെയാണ് സെൻറ്ററിലാണല്ലോ നമ്മുടെ ആ ഒരു ഡിസൈന് ജെൻസിൻ്റെ ആ ഒരു ടൈയും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇതിൽ ടൈയും കാര്യങ്ങളൊന്നുമില്ല, നമ്മൾ ആ ഒരു ബോ ആണ് വെച്ച് കൊടുക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നേർത്ത രീതിയിൽ ഒരു 1/2 ഇഞ്ചിൽ കുറവ് കനത്തിൽ നമുക്ക് കേക്കിൻ്റെ താഴെ ബോർഡറായിട്ട് ചെയ്യാനുള്ളതും കൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ നീളത്തിലാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ കാണിക്കുന്ന സമയത്ത് ചെറിയൊരു രീതിയിലാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിൽ കട്ട് ചെയ്തിട്ട് വെക്കുക. 1/2 ഇഞ്ചിൽ കനത്തിൽ കുറച്ചിട്ടാണ്. പിന്നെ കുറച്ച് കുടുക്കുകളും കാര്യങ്ങളൊക്കെ വേണം. കാരണം നമ്മുടെ ആ ഒരു കോട്ടും കാര്യങ്ങളൊക്കെ ആകുന്ന സമയത്ത് ഒരു പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ സെറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ കുടുക്ക് ചെയ്യുന്ന സമയത്ത് നോർമലി നമ്മൾ ഡോട്ട് കൊടുക്കുന്നതും ആ ഒരു ഡിസൈനിൽ വരുന്ന ഡോട്ട്സ് കൊടുക്കുന്നതും പിന്നെ നമ്മളൊന്ന് ജസ്റ്റ് സെൻറ്റർ പ്രസ് ചെയ്തിട്ട് കൊടുക്കുന്ന സമയത്ത് നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഇതുപോലെ സെൻറ്ററിൽ കൊടുക്കാതെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം ഞാൻ സെൻറ്ററിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ടാണ് 4 ഡോട്ട്സ് കൊടുക്കുന്നത്. അപ്പോൾ ഒരു കുടുക്കിൻ്റെ ഏകദേശം ആ ഒരു പെർഫെക്ഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഡോട്ട്സ് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ആകുന്ന സമയത്ത് ശരിക്കും ഒരു കുടുക്ക് പോലെ തോന്നുന്നില്ലേ. അപ്പോൾ അതേപോലെ ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ ഞാനിതാ ഇതുപോലെ 4 കൊടുക്കും കാര്യങ്ങളൊക്കെയാണ് വേണ്ടത്. അപ്പോൾ 4ഉം ഒരേ അളവിൽ ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുക. എന്നിട്ട് ഞാൻ ഇതുപോലെ ഡോട്ട്സ് കൊടുത്ത് സെറ്റാക്കി. പിന്നെ ആ മീശ രണ്ടാമത് ഇതിപ്പോൾ നമ്മൾ എടിപടി ചെയ്യുന്ന മീശയാണ്, അതുകൊണ്ട് തന്നെ പെർഫെക്റ്റ് ആയിട്ടില്ല. നമ്മൾ ആദ്യം ചെയ്തതിൻ്റെ ആ ഒരു പെർഫെക്ഷൻ എന്തായാലും ഈ 15 മിനിറ്റിനുള്ളിൽ എല്ലാ ഡിസൈൻസ് ചെയ്യുമ്പോൾ കിട്ടൂലല്ലോ. അപ്പോൾ ആ ഒരു രീതിയിൽ
ഞാനിത് പെട്ടെന്ന് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് നല്ല കട്ടിയിലാക്കി എടുക്കുക. ഇല്ലെങ്കിൽ ഇതുപോലെ രണ്ടെണ്ണം കട്ട് ചെയ്തിട്ട് സെൻറ്ററിൽ 2 സ്റ്റിക്ക് വെച്ച് കൊടുക്കുക. നമുക്ക് അത് കേക്കിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാ ഞാൻ വീണ്ടും ബോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബോ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആ ഫോണ്ടൻറ്റിൻ്റെ ടെക്സ്ചർ ഒന്ന് നോക്കണം. ഭയങ്കരമായിട്ട് കുഴഞ്ഞു പോകുന്നുണ്ട്. കാരണം നമ്മൾ ഡ്രൈ ആക്കാനോ ഒന്നിനും നമുക്ക് സമയമില്ല, അത്രക്കും ഇതായിട്ടാണ് ഉള്ളത്. പിന്നെന്ന് വെച്ചാൽ നല്ല മഴ പുറത്തുണ്ട്. അതുപോരാതെ പിന്നെ നമ്മൾ ഈ ഒരു ഡിസൈനിങ് ചെയ്യുന്ന സമയത്ത് കൈ വിറച്ചിട്ടാണെങ്കിൽ നമ്മുടെ കയ്യിൽ ചൂട് തട്ടുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ടെൻഷൻ അടിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു കേക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ആ ഒരു ബോർഡ് താഴോട്ടായിട്ട് ഈ ഒരു രീതിയിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ആ ഒരു നമ്മൾ സ്റ്റിച്ചിങ്ങിൻ്റെ ആ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ടൂളാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ടൂൾ എന്തിനാണ് യൂസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ചിങ്ങിൻ്റെ ഡിസൈൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ കേക്ക്, അപ്പോൾ ഈ ഒരു കേക്കൊക്കെ നമ്മൾ തലേന്നേ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ക്രം കോട്ടെല്ലാം ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിറ്റേന്ന് രാവിലെയാണ് ഐസിങ് ചെയ്യുന്നത്. തലേന്ന് രാത്രി ഫോണ്ടൻ ഡെക്കറേഷൻസും എല്ലാം സെറ്റ് ചെയ്ത് ഡ്രൈ ആക്കി ട്രേയിൽ നല്ല വൃത്തിയിൽ വെച്ചിട്ടുണ്ടായിരുന്നതാണ്. നമ്മൾ അതൊക്കെ കഴിഞ്ഞ് കേക്ക് ഡെലിവറി ടൈമിൽ അവരോട് ഒരു 10-15 മിനിറ്റിൻ്റെ ഉള്ളിൽ വിളിക്കണം, എനിക്ക് കേക്കിന് ഫോണ്ടൻ ഡെക്കറേഷൻസ് ഒക്കെ സെറ്റ് ചെയ്യാനുള്ളതാണ് എന്ന് പറഞ്ഞ സമയത്ത് ഓക്കെ ഫ്രണ്ട് പറഞ്ഞു ഓക്കെ സെറ്റ് എല്ലാം ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ വരുന്നതിൻ്റെ ഒരു 10-15 മിനിറ്റ് മുമ്പ് വിളിച്ച് കേക്ക് ഞാൻ സ്റ്റാക്കിങ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഇതുപോലെ തന്നെ കേക്ക് ഫ്രിഡ്ജിൽ വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അവൻ വിളിച്ചതിന് ശേഷമാണ് കേക്ക് സ്റ്റാക്കിങ് ചെയ്യുന്നത്. കാരണം നമുക്ക് ഈസി ആണല്ലോ കേക്ക് സ്റ്റാക്കിങ് ചെയ്ത്, ഈസി ആണെന്നല്ല കേട്ടോ, സ്റ്റാക്കിങ് ചെയ്ത് പിന്നെ ഡിസൈൻസ് ഒക്കെ എടുത്ത് വെച്ചാൽ മതിയല്ലോ എന്നുള്ള വിചാരത്തിൽ 10-15 മിനിറ്റ് മുമ്പ് വിളിക്കണേ എന്ന് പറഞ്ഞത് തന്നെ ഭാഗ്യമായി പോയിട്ടാ. കാരണം ഇത് സ്റ്റാക്കിങ് ചെയ്തിട്ട് ഫോണ്ടൻ ഡെക്കറേഷൻസ് എടുക്കുമ്പോഴാണ് ഫോണ്ടൻ്റെ അടുത്ത് വെള്ളം മറഞ്ഞതായിട്ട് കാണുന്നത്. വെള്ളം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അതിലേക്ക് വെള്ളം ആയതെന്ന് പോലും അറിയില്ല. ട്രേയിലൊക്കെ ഞാൻ ഡ്രൈ ആക്കാൻ വെച്ചിട്ടുള്ള ട്രേയിൽ തന്നെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ട്രേയിലൊക്കെ കുറച്ച് വെള്ളവും കാണുന്നുണ്ട്. നമ്മുടെ ആ ഒരു ബ്ലാക്കൊക്കെ ഇങ്ങനെ സ്പ്രെഡായിട്ട് അലിഞ്ഞിട്ട് അതിൽ നിന്നും കറക്റ്റ് എടുക്കാൻ പറ്റുന്നില്ല, അങ്ങനത്തെ ഒരു അവസ്ഥ. കാരണം ഞാൻ എന്തെങ്കിലും ഒട്ടിക്കുന്ന സമയത്ത് ട്രേയിൽ വെള്ളം മറഞ്ഞതാണോ ഇനി മഴയുടെ ആ ഒരു ഇതുകൊണ്ട് പറ്റിയതാണോ എന്താണെന്ന് എനിക്ക് ഒട്ടും മനസ്സിലാകുന്നില്ല. പക്ഷെ മഴയ്ക്ക് ഇത്രയും വെള്ളം ഉണ്ടാവില്ലല്ലോ, മഴ ഉള്ളിലല്ലല്ലോ ഉണ്ടാകുന്നത്. അപ്പോൾ താഴെ ട്രേയിലൊക്കെ വെള്ളം ഉണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് ചട്ടുപടേന്ന് പറഞ്ഞിട്ട് ഒരു 15 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ബോ ആയതുകൊണ്ട് തന്നെ അത് നമ്മൾ നേരത്തെ ചെയ്തതിൻ്റെ ആ ഒരു പെർഫെക്ഷനും കിട്ടിയിട്ടില്ല, ആ ഒരു കറക്റ്റ് സൈസും കിട്ടിയിട്ടില്ല. സൈസ് ഒന്ന് പൊട്ടിക്ക് കൂടിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ടെൻഷനാണെങ്കിലും ആ ഒരു 10-15 മിനിറ്റ് കൊണ്ട് ചെയ്തിട്ടുള്ള ആ ഒരു ഡിസൈൻ ആയതുകൊണ്ട് ഇത്രയൊക്കെ എന്നെ കൊണ്ട് പറ്റിയുള്ളൂ കേട്ടോ. 10-15 മിനിറ്റിൽ നമ്മൾ കേക്ക് സ്റ്റാക്കിങ് ചെയ്യുക, എല്ലാ ഫോണ്ടൻ ഡെക്കറേഷൻസും റീക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നതും, അതും ഈ ടെൻഷൻ അടിച്ചിട്ട് ചെയ്യുക എന്ന് പറയുന്നത് നല്ല റിസ്ക്കി ആയിട്ടുള്ള കാര്യമാണ്. കാരണം നമുക്ക് നല്ല കൂളായിട്ട് ഫോണ്ടൻ ഡെക്കറേഷൻസ് ചെയ്യുന്നതും ടെൻഷൻ അടിച്ചിട്ട് ചട്ടുപടയെന്ന് പറഞ്ഞ് ചെയ്യുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അതിൻ്റേതായ ഫ്ലോപ്നെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ഫോണ്ടൻറ്റ് നമ്മൾ ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ജസ്റ്റ് ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഡെക്കറേഷൻസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഓവൻ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എന്നിട്ട് പെട്ടെന്ന് തന്നെ വെച്ചിട്ട് ഡ്രൈ ആക്കി എടുക്കുകയാണ്. എന്ന പാടെ നമ്മൾ കേക്കിലേക്ക് സ്റ്റാക്കിങ് ചെയ്ത് കസ്റ്റമർ അപ്പോഴേക്കും വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ജസ്റ്റ് ഒരു വീഡിയോ ഒരു ഫോട്ടോ അത് എടുത്തിട്ടില്ലെങ്കിൽ ഇത്രയും കഷ്ടപ്പെട്ടത് വെറുതെ ആയി പോകില്ലേ, 2 തവണ ആയിട്ടില്ലേ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോയും ഫോട്ടോയും എടുത്തു. അവനോട് അവിടെ ഇരിക്കുമെന്ന് പറഞ്ഞിട്ട് ഡിസൈനൊക്കെ ഒന്ന് ഫോട്ടോ എടുത്ത ശേഷം അവർക്ക് അയച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ ഈ ഒരു ഡിസൈൻ ഇങ്ങനെയാണ് ഉണ്ടായിട്ട്